പ്രിയപ്പെട്ടവർ, നമസ്കാരം. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നതാണ്. ഇവർ പറയുന്ന അവർ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന്, വളരെ സഹിഷ്ണുതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണെന്നൊക്കെ അവർ സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയ പ്രകാരം ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ടിട്ട് ജയിപ്പിച്ച, കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് ജയിച്ച എന്നത് അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിലായിരിക്കുന്നു ഈ കേരളത്തിലെ ഇടത് വലത് നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട CPIയുടെ നേതാക്കളും. എന്നാൽ ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന് ചികിത്സ തന്നെ വേണ്ടിവരും. ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ അംഗീകരിക്കാൻ കഴിയാതെ, ജയിച്ച എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോഴും പല ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ഒരുതരം രോഗമാണ്. ആ രോഗത്തിന് ചികിത്സിച്ചേ പറ്റൂ എന്നാണ് BJPയുടെ നേതാവ് MD രമേശ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു സത്യമായ കാര്യമല്ലേ? നിങ്ങൾ തുടരുക. സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയാൾ വിജയിച്ചു എന്നത് യാഥാർത്ഥ്യവുമാണ്. ജനാധിപത്യ ക്രമം അനുസരിച്ച് വിജയിച്ചു എന്നത് അംഗീകരിക്കേണ്ടതുമാണ്. ഇലക്ഷൻ കമ്മീഷൻ അയാൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ CPI എന്ന പാർട്ടിക്കും, തൃശ്ശൂരിലെ CPI എന്ന പാർട്ടിക്കും, തൃശ്ശൂരിലെ കോൺഗ്രസ് എന്ന പാർട്ടിക്കും ഇതുവരെയും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അംഗീകരിക്കാൻ കഴിയാത്തത്? അത് യഥാർത്ഥത്തിൽ അവരുടെ പരാജയം തന്നെയാണ്. അത് അവരുടെ ഒരു വീക്ക്നെസ്, അവരുടെ ഒരു ദൗർബല്യം പുറത്തു വന്നു കഴിഞ്ഞു. ആ ദൗർബല്യത്തിനെ മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നത് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ഒറ്റ തവണ കൊണ്ടല്ല, അതിനു മുമ്പ് പലതവണ മത്സരിച്ചു, അപ്പോഴെല്ലാം പരാജയപ്പെട്ടു. പരാജയപ്പെട്ടപ്പോഴെല്ലാം അയാളെ പുറകെ നടന്നു ഉപ്പൂറ്റിയിൽ ചവിട്ടി കളിയാക്കുന്നത് പോലെ കളിയാക്കി, പരിഹസിച്ചു, പല ആക്ഷേപങ്ങളും ഉന്നയിച്ചു. ഇത് കേരളമാണ്, തൃശ്ശൂർ ഇങ്ങെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തരാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കോ, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കമന്റുകളും എന്തെല്ലാം ആക്ഷേപങ്ങളും പരിഹാസവുമാണ് അദ്ദേഹത്തിന് മേൽച്ചൊരിഞ്ഞത്. അപ്പോഴും അദ്ദേഹം അതിൽ നിന്നും കുലുങ്ങാതെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം കുറച്ചുകൂടി കൂടുതൽ അദ്ദേഹത്തിന്റെ പാർട്ടി BJP എന്നൊരു പാർട്ടി ആവേശത്തോടെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയും ജനങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിനെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പരാജയപ്പെട്ട CPIയുടെ സ്ഥാനാർത്ഥി കൂടിയായ സുനിൽകുമാർ ഇടയ്ക്കിടയ്ക്ക് അത് പൂരം കലക്കിയത് കൊണ്ടാണ്, അതല്ലെങ്കിൽ കള്ള വോട്ട് കൊണ്ടാണ്, ഇപ്പൊ കള്ള വോട്ടാണ്, അനധികൃതമായിട്ടാണ് അദ്ദേഹം ജയിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെതായ വ്യക്തമായ തെളിവുകൾ കൊടുക്കാൻ ഈ സുനിൽകുമാർ തയ്യാറാവണം, CPI നേതാവ് തയ്യാറാവണം, മുൻ മന്ത്രിയും കൂടിയാണ് അദ്ദേഹം തയ്യാറാവണം. അത് പറയാതെ എത്ര വോട്ട് ക്രമക്കേട് നടത്തി എന്ന് പറയുന്നില്ല. അദ്ദേഹം സുരേഷ് ഗോപി താമസിച്ചിരുന്ന കെട്ടിടത്തിൽ 11 വോട്ട് ചേർത്തു എന്ന് പറയുന്നു. 11 വോട്ട് ചേർത്തത് ക്രമപരമായി തന്നെയാണ് എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ സുനിൽകുമാർ പറയുന്നത് ഫോം 6 പ്രകാരമല്ല ഈ 11 പേരെ ചേർത്തിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ഈ ഫോം 6 പ്രകാരമല്ല 11 പേരെ ചേർത്തിരിക്കുന്നതെന്ന് പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യം വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തതും അല്ലെങ്കിൽ പൊതുജനത്തിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കാത്തതും? അപ്പൊ അവിടെയെല്ലാം പാർട്ടിയുടെ ഒരുതരം വീഴ്ച തന്നെയാണ്, ഒരു പരാജയം തന്നെയാണ്. കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ, വോട്ടർ പട്ടിക പോലും കൃത്യമായിട്ട്
നിരീക്ഷിച്ച് പഠിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടി നേതാക്കളാണ് തൃശ്ശൂരുള്ളത് എന്ന് സുനിഷ് കുമാർ പറയാതെ പറയുകയാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ CPIക്ക് ശക്തമായ ഒരു അടിത്തറയുള്ളതും സംഘടനാ ശേഷിയുള്ളതുമായ പ്രസ്ഥാനമാണ് CPI എന്നുള്ളത്. പക്ഷേ ഈ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിനെ ഒന്നിലധികം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അതിലൊന്നും തളരാതെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഈ CPI പ്രവർത്തകർ എവിടെ നോക്കി നടക്കുകയായിരുന്നു. അവർ ഇത് കേരളമാണ്, ഇവിടെ ഒന്നും സംഭവിക്കില്ല, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ധാരണയാണ്. അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഒരു പച്ചയിൽ, CPM പ്രവർത്തകരുടെ ഒരു പച്ചയിൽ നമുക്ക് ജയിച്ചു കയറാം എന്നുള്ളൊരു വ്യാമോഹം ഒരു CPIക്കാർക്ക് ഉണ്ടായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് KSUവിന്റെ പ്രവർത്തകർ മറ്റോ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. സുരേഷ് ഗോപിയെ കാണാനില്ല, അത് കണ്ടുകെട്ടി ഞങ്ങൾക്ക് തരണം എന്ന്, ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം, ഞങ്ങളുടെ മണ്ഡലത്തിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലെ MP കാണാനില്ല എന്ന് പറഞ്ഞ് DGPക്ക് പരാതി പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. DGP അവിടെ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു MP കാണാനില്ല, അവരെവിടെയാണ്, അവരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് DGPക്കും പരാതി കൊടുത്തിരുന്നാണ് പറയുന്നത്. അപ്പം ഒരു മണ്ഡലത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക, അതിനെ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും ആ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ വരുമ്പോൾ വീണ്ടും വിജയിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക, അതിനുള്ള പരമായ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക, അതാണ് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ തലവൻ മാർ യൂഹന്നാൻ മെലിത്തിയോസ് ഒരു അഭിപ്രായം പറഞ്ഞു. ഇതേപോലെ ഈ KSUകാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ഒരാളിനെ കാണാനില്ല, കണ്ടു കിട്ടണമെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂഹന്നാൻ മെലിത്തിയോസ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു സഭാ നേതാവാണ്, ഒരു ജനങ്ങളെ പൗരോഹിത്യം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ പച്ചയ്ക്ക് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പറയാൻ പോയി എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണം എന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ, അദ്ദേഹത്തിൻ്റെ സഭക്കാരെ തന്നെ പറയട്ടെ. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ ഈ യൂഹന്നാൻ മെലിത്തിയോസ് ഉദ്ദേശിച്ചത് ഈ ഓർത്തഡോക്സ് സഭക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നാണോ എന്നതാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തതിന് യാതൊരു വിലയുമില്ലേ? അപ്പോൾ ജനാധിപത്യത്തെ താങ്കൾ അംഗീകരിക്കുന്നില്ലേ? താങ്കളുടെ സഭക്കാർ വോട്ട് ചെയ്തതിന് മാത്രമാണോ താങ്കൾ അംഗീകരിക്കുന്നത്? അങ്ങനെ സഭക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സഭക്കാർ വോട്ട് ചെയ്തത് കൊണ്ട് മാത്രം ഈ സുരേഷ് ഗോപി വിജയിക്കുമോ? ഈ ബഹുജനങ്ങൾ, മറ്റ് മതത്തിൽപ്പെട്ടവർ, അവരെല്ലാം ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്തുകൊണ്ടല്ലേ ഭൂരിപക്ഷം കിട്ടിയത് എന്നത് എന്തുകൊണ്ടാണ് യൂഹന്നാൻ മെലിത്തിയോസ് മറന്നു പോകുന്നറിയില്ല. അദ്ദേഹം ചിലപ്പോൾ രാഷ്ട്രീയ നേതാവിനെ പോലെ സംസാരിക്കുന്നത് ഒരു ഭൂഷണമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.